രാജശേഖരൻ പറയുന്നുണ്ട് ഇവിടെ ഒരു 75-ന് മുമ്പായിരുന്നു നല്ല ഓണം. ഇപ്പോൾ ഉത്രാടപ്പാച്ചല്ലേ, ഇപ്പോൾ ഓട്ടമാണ്. ആഷ്ലി ഓണാശംസകൾ 24 എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും പറഞ്ഞേക്കാം, ഞങ്ങളുടെ കാലത്തായിരുന്നു ഓണം. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാ കാലത്തും ഓണമുണ്ട്, എല്ലാവർക്കും ഓണമുണ്ട്. ഇപ്പോൾ നമ്മുടെ കാലത്തുള്ള ഓണം മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ മാത്രമാണ് യഥാർത്ഥ അനുഭവം എന്ന് വിചാരിക്കരുത്. എല്ലാ കുട്ടികൾക്കും ഇപ്പോഴത്തെ ന്യൂജൻ അവരുടേതായ രീതിയിൽ ഓണമുണ്ട്. ഓണം എല്ലാ കാലത്തും ഉണ്ട്. മലയാളി ഉള്ളിടത്തോളം കാലം ഓണം ഉണ്ടാവുകയും ചെയ്യും. അതെ, പക്ഷെ പണ്ട് കാലത്തൊക്കെ പൂ പറിക്കാൻ പോവുക അങ്ങനെയൊക്കെ അതൊരു വേറൊരു രീതിയായിരുന്നു അന്ന്. അതാണ് ആ വ്യത്യാസമുണ്ട്. അതെ, ഇപ്പൊ നമ്മൾ റെഡിമെയ്ഡ് പൂ എല്ലാവരും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വാങ്ങി പൂവിടുക, പൂക്കളം ഒരുക്കുക എന്നുള്ളതാണ്. ഉള്ളതുകൊണ്ട് ഓണം പോലെ ആഘോഷിക്കാന്ന് പറഞ്ഞ ചുമ്മാ അല്ല, ഉള്ളതുകൊണ്ട് അങ്ങ് ഗംഭീരമാക്കുക, അങ്ങ് ആഘോഷമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിനു ശ്രീധരൻ ചാല മാർക്കറ്റിൽ ചേരുന്നു. റിനു ശരിക്കും ചേരുകയാണ് കേട്ടോ ഇപ്പോൾ. റിനു, ഉത്രാട ദിനാശംസകൾ. ഉത്രാടപ്പാച്ചിൽ ഉച്ചതിരിഞ്ഞ് എങ്ങനെ പുരോഗമിക്കുന്നു ചാലയിൽ? കാശ്മീർ ഉത്രാട പാച്ചിലല്ല, ഉത്രാട ഓട്ടം എന്ന് പറയാൻ ഞാനുള്ളത് ചാല മാർക്കറ്റിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ്. പ്രധാനമായും ഓണത്തിന് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. പൂക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പേർ ഇവിടെ എത്തുന്നത്. മറ്റ് അവശ്യ സാധനങ്ങൾ വാങ്ങാനും എത്തും. ഞാനിപ്പോൾ ആ പൂ മാർക്കറ്റിന്റെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത്. വലിയ തിരക്ക് നിലവിലില്ല എന്നുള്ള കാരണം നല്ല വെയിലാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5 മണിയോട് കൂടിയായിരിക്കും നല്ല തിരക്ക് ചാല മാർക്കറ്റിൽ അനുഭവപ്പെടുന്നത്. ഉത്രാട പാച്ചിലിന്, അതായത് ഉത്രാടത്തിന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും വാങ്ങിയതിനു ശേഷം അവസാനവട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടി വിട്ടുപോയത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം. അങ്ങനെ നമുക്ക് ഈ ഉത്രാടപ്പാച്ചിലിനെ കരുതാം. പൂ വിപണി സജീവമാണോ എന്നുള്ളത് ഉൾപ്പെടെ നമുക്ക് ഇവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, പൂക്കളൊക്കെ വാങ്ങിയോ? ഞാൻ കട സ്റ്റാഫാണ്. എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് തന്നെയാണ്. കാര്യം ഇപ്പം വലിയ തിരക്കൊന്നും കാണാനില്ല. അത് തന്നെ, തിരക്കില്ല. ഈ നമുക്കറിയാം, ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഈ റെഡിമെയ്ഡ് അത്തപ്പൂക്കളമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിലവിൽ ചാല മാർക്കറ്റിലൊന്നും തന്നെ വലിയ തിരക്കില്ല. ഇവിടെ കുറച്ചുപേർ സജീവമാണ് പൂ വാങ്ങിക്കുന്നതിന് വേണ്ടി. വലിയ സുരക്ഷാ സംവിധാനമൊക്കെ തന്നെ പോലീസും ഒരുക്കിയിട്ടുണ്ട്. കാര്യം ഏകദേശം 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പൂഴിമണൽ താഴേക്കിട്ടാൽ വീഴാത്തത്ര തിരക്ക് ഈ ചാല മാർക്കറ്റിൽ അനുഭവപ്പെടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം പൂക്കളും പച്ചക്കറികളും ഒക്കെ രാത്രിയോടുകൂടി വന്ന് വാങ്ങാം എന്ന് കരുതുന്നവരാണ്. കാരണം രാവിലത്തേക്ക് അത് നശിച്ചു പോയാലോ എന്ന് കരുതി രാത്രിയോടുകൂടി വന്ന് വാങ്ങാം എന്ന് കരുതുന്ന കുറെ ആൾക്കാരുമുണ്ട്. ഇവിടെ കുറച്ചൊരു പൂ വാങ്ങാൻ വന്നിട്ടുണ്ട്. ചേച്ചി, പൂവൊക്കെ വാങ്ങിയോ? പൂ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അത്തത്തിന് എത്ര പൂ വാങ്ങുന്നു? എല്ലാ ഐറ്റവും വേണം, കുറച്ച് എല്ലാത്തും കളക്ട് ചെയ്ത് മാക്സിമം കവർ ചെയ്യാനായിട്ടുള്ളൊരു. നാളെ സദ്യമൂടൊക്കെ എങ്ങനെയാണ്? സദ്യമൂടൊക്കെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കും. പകുതിയൊക്കെ അമ്മ വീട്ടിലുണ്ടാക്കി ബാക്കി ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. പായസം എത്ര വിധം? 2. ഏത് പായസം ഏറ്റവും കൂടുതൽ ഇഷ്ടം? കടല. ഈ ഓണത്തിനപ്പുറം, ഈ കല്യാണ വീടുകളിൽ അപ്പുറം ഇപ്പോൾ ഈ ഓണത്തിനൊക്കെയാണ് നമുക്ക് പായസം കിട്ടുന്നതല്ലേ? അതിൽ ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനം. പിന്നെ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. അനന്തപുരി ആവേശത്തിലാണ്. തിരുവോണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഉത്രാടമെത്തി, ഉത്രാടപ്പാച്ചിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രം തിരുവോണം. മാവേലി വരവേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. കാശ്മീർ, റിനുവിന്റെ കുടുംബത്തിലേക്ക് പുതിയ അംഗം കൂടി വന്ന ഓണമല്ലേ ഇത്? റിനു ഞെട്ടുവേ. കാറ് മേടിച്ച കാര്യം പറഞ്ഞ തീർച്ചയായും പുതിയൊരു അംഗം ഇന്നലെ എത്തി. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അതിഥിയെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി ലീവുണ്ട്, ഒരു ദിവസം മാത്രമാണ്. തിരുവോണത്തിനും ഡ്യൂട്ടിക്ക് എത്തണം. അതുകൊണ്ട് അത് കഴിഞ്ഞുള്ള ദിവസം ആ അതിഥിയെ കൂട്ടി ഒന്ന് കറങ്ങാൻ ഇറങ്ങണം കാശ്മീർ. ഓക്കെ താങ്ക് യു. പുത്തൻ കാറ് മേടിച്ചു, അത് ചോദിച്ചാ. അപ്പൊ അവൻ ഞെട്ടി. പുത്തൻ അംഗം എന്നൊക്കെ പറഞ്ഞേ ഞാൻ അറിയാതോ എന്ന് ഞെട്ടി. അപ്പോൾ ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ ഓണാഘോഷത്തിൻ്റെ കാര്യം പറയായിരുന്നു. അവിടെ തിരുവനന്തപുരം പൊതുവെ കുറച്ചുകൂടെ ഒരു 4 മണി കഴിയട്ടെ. അപ്പോഴത്തേക്ക് റിനു നിൽക്കുന്നിടത്ത്, മേഘന നിൽക്കുന്നിടത്ത്, MG പ്രദേശ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുണ്ട്. അവിടെയൊക്കെ ഉള്ള തിരക്ക് നമുക്ക് അപ്പോൾ ഒന്നുകൂടി പ്രേക്ഷകരെ കാണിക്കാം. തൽക്കാലം നമ്മളൊരു കുറച്ച് സമയം കഴിയുന്നതോറും തിരക്ക് കൂടും. അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും പോകും. കേരളത്തിൽ എല്ലാ മുക്കിലും മൂലയിലും നമ്മളുടെ ക്യാമറ ചെന്നെത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.